ഞങ്ങൾ അള്ളാഹുരെ ഗട്ടി പിടിച്ചിരമാ, അള്ളാഹുരെ മാർഗത്തിൽ ഞങ്ങൾ ഉള്ളമാ, ദുനിയാവുൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് ബണ്ടെങ്കും അവിടെ ഞങ്ങളെ സഹായിക്കുക അള്ളാഹു ഇക്ര. അതായിട്ട് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നൊരു പലക്കുണ്ട്. യാ മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുണ്ട്, യാ ഗുലാം, ചെറിയ മുആദ് റളിയല്ലാഹു അപ്പൊ ചെറിയ അയാളെ വിളിച്ചു ചൊല്ലുന്നത് ഇഹ്ഫദില്ലാഹ്, നീ അള്ളാഹുരെ സൂക്ഷിക്കണം. അള്ളാഹുരെ സൂക്ഷിച്ച് നീ ജീവിച്ചെങ്കിൽ ഇഹ്ഫദുക, നിന്റെ ജീവിതത്തിൽ എന്തൊരു പ്രോബ്ലം വന്നെങ്കിലും അള്ളാഹു നിന്റെ പ്രൊട്ടക്ട് ആക്കുക, അള്ളാഹു നിന്റെ പ്രൊട്ടക്ട് ആക്കുക. ഇഹ്ഫദില്ലാഹ് തജിദുഹു അമാമക്, ഇഹ്ഫദില്ല, നീ അള്ളാഹുരെ സൂക്ഷിച്ച് ജീവിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുരെ ഞങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചോളമാ. തജിദുഹു അമാമക്, നിക്കൊരു പ്രോബ്ലം വരുമ്പോൾ നിന്റെ മുന്നോൾ നിക്ക് അള്ളാഹുരെ കണ്ടിട്ട്, അതിനർത്ഥം അള്ളാഹു മുന്നോൾ കണ്ട് നിൽക്കുന്നുണ്ടല്ലോ, അതിനർത്ഥം നേരെ വെച്ച് അതിന്റെ അർത്ഥം അള്ളാഹു ഞങ്ങളെ സഹായിക്കും. ഇതായിട്ട് സഹോദരന്മാരെ അതിന്റെ അടിസ്ഥാന ചൊല്ലി ഞങ്ങൾക്ക് എന്ത് ഞങ്ങളെ ഫ്യൂച്ചർ വിഷയത്തിൽ ഞങ്ങൾ എന്തെല്ലാം ആക്കി വെച്ചിട്ടും കാര്യമില്ല. അള്ളാഹുരെ മാർഗം ഞങ്ങൾ വിട്ടുറമാ, അള്ളാഹുരെ ഞങ്ങൾ സൂക്ഷിക്കില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ തഖ്വയില്ലേ, അമലു സാലിഹാത്തില്ലേ, നിസ്കരിക്കാണ്ട് ജമാഅത്ത് പോവാണ്ട്, അതേപോലെ അള്ളാഹുരെ മാർഗത്തിൽ യാതൊരു ശ്രദ്ധയും ഇല്ലാണ്ട്, ദീനയുടെ വിഷയത്തിൽ ഒരു ബന്ധവും ഇല്ലാണ്ട് ഞങ്ങൾ എത്ര പൈസ കിട്ടും കാര്യമില്ല സഹോദരന്മാരെ, ഞങ്ങൾക്ക് അത് ഉപകാരപ്പെടുകയില്ല. ഇനി ഒരാൾ അത്രയൊന്നും പൈസ കിട്ടില്ല, അയാൾ ജമാഅത്ത് നിസ്കാരവും അള്ളാഹുമായി ബന്ധപ്പെട്ട ബാധ്യതയും ഈ അയാൾ ശ്രദ്ധിക്കണായ ദീനിയായ വിഷയം എല്ലാം ശ്രദ്ധിച്ചിട്ട് അയാൾ കൊറിയ പൈസ ആക്കിയെങ്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ഖൈറും ബറക്കത്തും അയാൾ ഇട്ടുകൊടുക്കാൻ സംശയമില്ല. അപ്പൊ ഈ വിഷയത്തെ ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട്